ചെറിയ തിരിക്കല്ല. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, ഈ മർക്കോസിൻ്റെ 9:42 ഇപ്പം നമ്മൾ വായിച്ചില്ലേ, ഒരു കുഞ്ഞുങ്ങൾക്ക് ഉതപ്പ് കൊടുത്ത് ചെറിയവർ ഉറപ്പത് കൊടുത്താൽ വലിയ തിരിക്കല്ലെന്ന് പറയുമ്പോൾ അതിന് എങ്ങനെയാലും ഒരു 10,000 കിലോനുണ്ട്. ഈ 10,000 കിലോ പെടലിൽ കെട്ടിയിട്ട് കടലിൽ കെട്ടിത്താത്താൻ മതി, ഈ സാധനം ഒരിക്കലും പൊങ്ങി വരരുതെന്ന്. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരുടെ വിശ്വാസത്തിന് ഇപ്പം നിങ്ങൾക്ക് പാടില്ല, പക്ഷെ നിങ്ങൾ പള്ളിയിൽ പോകാതെ വീട്ടിൽ കിടന്നാലുള്ള ഞായറാഴ്ച കുർബാനയ്ക്ക് വീട്ടിൽ കിടന്നാലുള്ള ഗുണം എന്താ, കുഴപ്പം എന്താ? അല്ല, നിങ്ങളുടെ ആൻറ്റി വന്ന് അങ്കിള് വന്ന് ആങ്ങള വന്നെന്ന് പറഞ്ഞ് അന്നത്തെ കുർബാന മുടക്കി വീട്ടിൽ കിടന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിത് കാണുന്നില്ലേ? അതാണ് വിഷയം. അപ്പോൾ അവരുടെ വിശ്വാസം പോയില്ലേ? അങ്കിള് വന്നാലും ആൻറ്റി വന്നാലും അവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ചത്തുപോകും, ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് പാരവെച്ചെന്നും പറയും. പക്ഷേ ദൈവം ഒരിക്കലും നമുക്ക് പാരവെക്കത്തില്ല. അപ്പോൾ അവരോട് നല്ല വാക്ക് പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് ആ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പള്ളിയിൽ പോകണമായിരുന്നു, നീ കുർബാനയ്ക്ക് പോകണമായിരുന്നത്. അപ്പം അതായത് പല ഉടമ്പടി എടുത്ത ആൾക്കാർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഉടമ്പടിയോടെ മുന്നോട്ട് പോകാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് ആദ്യം അനുദപിക്കണം. അനുദപിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മേലിൽ പാപം ചെയ്യില്ലെന്ന്, ഈ അഭ്യാസങ്ങൾ ഇനി കാണിക്കത്തില്ലെന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കണം. അതാണ് ഇത് മെയിൻ സംഭവം. അനുതാപത്തിൻ്റെ മെയിൻ എന്താണ്? നിങ്ങൾക്കറിയാം, അനുതാപം ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു പോയി. പിന്നെ നമ്മുടെ മുമ്പിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ളത് എന്താണ്? മേലിൽ അത് ആവർത്തിക്കില്ലെന്ന്. എൻ്റെ മക്കളെ, അനുതാപത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം, നിങ്ങൾക്ക് അനുതാപം ഉണ്ടോ ഇല്ലയോ, നിങ്ങളുടെ അനുതാപം സ്വീകാര്യമാണോ അല്ലയോ എന്ന് പറയാനുള്ള ഒരേ ഒരു കണ്ടീഷൻ, മേലിൽ ആ വിഷയം നിങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നത് മാത്രമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയില്ല, ഒരു ഇന്റർവ്യൂ പോലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, വലിയ കമ്പനിയിലെ ജോബൊക്കെ അങ്ങ് മറന്നേക്കും. കാരണം ഇതൊക്കെ നടക്കണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ നിങ്ങളുടെ ഫ്ലുവൻസി മെച്ചപ്പെടുത്തണം. അക്കാര്യത്തിൽ സൂപ്പർനോവ AI നിങ്ങളെ സഹായിക്കും. ഇവിടെ നിങ്ങൾ വെറുതെ റാൻഡം കാര്യങ്ങളല്ല സംസാരിക്കുന്നത്, പകരം ഒരു AI ടീച്ചറിന്റെ കൂടെ സ്പെസിഫിക്കലി ജോബ് ഇന്റർവ്യൂസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഒരു ഇന്റർവ്യൂവിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് AI ടീച്ചറിനോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. അതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസും ഫ്ലുവൻസിയും വർദ്ധിക്കും. നിങ്ങൾക്കിവിടെ മലയാളത്തിൽ തന്നെ സഹായം ലഭിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് വളരെ എളുപ്പമാകും. ദിവസവും വെറും 10-15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല കോൺഫിഡൻസ് കിട്ടും. അതുകൊണ്ട് വലിയ കമ്പനികളിൽ ജോലി നേടുക എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ഇന്ന് തന്നെ സൂപ്പർനോവ AI ഡൗൺലോഡ് ചെയ്യൂ. വെറും 9 രൂപയ്ക്ക് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങൂ. Cold outside, glowing inside. Keep your glow warm and your routine effortless. Beauty and personal care essentials delivered in just 10 minutes on Instamart. ഇവിടെ കുമ്പസാരത്തിന് വല്ല കുഴപ്പമുണ്ടോ? വല്ല കുറവുണ്ടോ? കുർബാന സ്വീകരണത്തിന് വല്ല കുറവുണ്ടോ? എന്തുകൊണ്ടാണ് ലോകത്ത് കൃപാസനത്തിൽ മാത്രമേ കുർബാന കൊടുക്കാറുള്ളൂ? 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ കുമ്പസാരത്തിന് കുർബാന കൊടുക്കത്തില്ല. എന്താ കാരണം? ഞങ്ങൾക്കിതിൻ്റെ കൃത്യമായ വില അറിയാം. ഇടവകയെല്ലാം കാണിക്കുന്ന പോക്രിത്തരങ്ങളെക്കുറിച്ച് അറിയാം. ഞാൻ ഇടവക എത്രയോ പള്ളി വികാരിയായിരുന്നവരാണ്. അപ്പോൾ അവരുടെ എല്ലാം ആത്മീയസ്ഥിതി അറിയാം. അവർ ഈ ജന്മത്ത് കുർബാന സ്വീകരിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്തവന്മാരും ഞായറാഴ്ച നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പേപ്പറിട്ട് നാട്ടിൽ നിൽക്കണ പോലെ നാക്ക് നീട്ടണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവ് ഇവനിത് യോഗ്യനല്ല, പക്ഷേ ഇവനെ അപമാനിക്കാൻ ഞാൻ തയ്യാറല്ല. പൗസപിതാവ് പോലും കാണിച്ചില്ലേ, മറിയത്തെ അപമാനിക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം രഹസ്യത്തിൽ ഉപേക്ഷിച്ചതുപോലെ രഹസ്യത്തിൽ ഉപേക്ഷിച്ചിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്. എന്താ കാര്യം? ഹീസ് നോട്ട് വെർത്തി ടു റിസീവ് ഇറ്റ്. കാര്യം അവൻ നാട്ടുകാരുടെ മുമ്പിൽ നല്ല വെള്ളം ചമയാൻ വേണ്ടി ദൈവത്തെ പറ്റിക്കുകയാണ് അവൻ ചെയ്യണത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് കൃപാസനത്തിൽ നടക്കത്തില്ല. നമ്മൾ ദൈവത്തോടും ദൈവികമായ രഹസ്യങ്ങളും കാണിക്കുന്ന നിശ്ചിതവും കണിശവുമായിട്ടുള്ള ചില സത്യസന്ധമായ നിലപാടിൻ്റെ ഭാഗത്തിലാണ് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ഓർക്കണം. അതുകൊണ്ട് അനുതാപം എന്ന് പറയണത്, അതിൻ്റെ സത്യസന്ധമായ അനുതാപമാണെങ്കിൽ അതിൻ്റെ അകക്കാമ്പെന്ന് പറയുന്നത് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുന്നതാണ്. വീണ്ടും നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അനുതാപമല്ല, ശരിക്കും പറഞ്ഞാൽ അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇന്ന് പല അനുതാപവും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അനുതാപം എന്ന് വിളിക്കണത്.
അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്, ദൈവത്തിൻ്റെ അടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് കാര്യമില്ല. അനുതാപം തന്നെ വേണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ആധ്യാത്മിക അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതത്തിൽ നിന്ന് ആത്മാർത്ഥതയുള്ള അനുതാപ ജീവിതത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. സകലരും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആൽഫയുടെ വണ്ടി ഒന്നിടിച്ചു. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ 3.5 മാസം കഴിഞ്ഞപ്പോൾ ആൽഫയ്ക്ക് ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ ആൽഫ അറിയാതെ പറഞ്ഞു, കൃപാസനം തട്ടിപ്പായിരിക്കുമോ? കണ്ട സംഭവം, ഒരാൾ വെച്ചിരിക്കുന്ന സംഭവം വെച്ച് നിയോഗം അവർ നടന്നില്ലെങ്കിൽ അവരനുഷ്ഠിച്ച കാര്യങ്ങളെല്ലാം തട്ടിപ്പാണെന്ന് അവർ തന്നെ പറയുകയാണ്. അവരനുഷ്ഠിച്ചിരുന്ന നിശ്ചിതമായി നിരീക്ഷിച്ച് അനുഷ്ഠിച്ച കാര്യങ്ങളെല്ലാം, നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ. എന്താണ് അറിയാവുന്നത്? കൃപാസനത്തിൽ സ്വന്തമായി ഒരു ആധ്യാത്മികതയില്ല. സ്വന്തമായ ആധ്യാത്മികതയിലെ സുവിശേഷ വിഹിതമായ ആധ്യാത്മികതയെ മരിയനൈസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. എന്തു കഴിഞ്ഞാൽ സുവിശേഷം ആദ്യം വചനം സ്വീകരിച്ചത് അമ്മയാണ്, വചനത്തെ വയറ്റിട്ട് വളർത്തിയത് അമ്മയാണ്, വചനത്തെ പ്രസവിച്ച് വീട്ടിൽ നിർത്തി വളർത്തിയത് അമ്മയാണ്, വചനത്തെ പിതാവിൻ്റെ തിരുവിഷ്ടപ്രകാരം ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി കയ്യേൽപ്പിച്ച് കൊടുത്തിട്ട് ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത് അമ്മയാണ്, ആ തണുത്ത ശരീരം കയ്യോടെ മേടിച്ചത് അമ്മയാണ്, ആ പുനരുത്ഥാനത്തെ വിശ്വസിച്ചത് അമ്മയാണ്, ലോകത്തിന് യേശുവിനെ കൈമാറിയത് അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ പ്രവർത്തിച്ച ആധ്യാത്മികതയാണ് കൃപാസനത്തിൻ്റെ ആസ്തിഭദ്രത എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങളെ വളരെ സത്യസന്ധമായിട്ടാണ് ഈ കരിസ്മാറ്റിക് ലോകം 50 കൊല്ലം കേരളത്തിൽ വലിയ തേരോട്ടം നടത്തിയെങ്കിലും വലിയ ചിലയിടത്തെങ്കിലും കത്തോലിക്ക ച്യുതികൾ സംഭവിച്ചിട്ടുണ്ട്. കാര്യം ചില ധ്യാനകേന്ദ്രങ്ങൾ അക്കാലങ്ങൾ പ്രസംഗിക്കുമ്പോൾ അമ്മയുടെ രൂപങ്ങൾ പോലും ആ സ്റ്റേജിലില്ലായിരുന്നു. ആ ധ്യാനകേന്ദ്രത്തിലേക്ക് ഇന്നത്തെ അവസ്ഥ നിങ്ങൾ നോക്കണം. എനിക്കന്നും സങ്കടമായിരുന്നു. ഇവർ ഈ സുവിശേഷത്തിൻ്റെ കാത്തലിക് പെൻറ്റക്കോസ്റ്റലിസം ഫോളോ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെ കൗദാസ്യ ജീവിതത്തിനും ഒക്കെ ഉടനെയൊക്കെ വലിയ പ്രാധാന്യം, മറ്റ് പല വിഷയങ്ങൾ കിട്ടുന്നത് കാത്തലിക് സ്പിരിച്വാലിറ്റിയുടെ സെക്കൻഡ് റെഫറൻസിന് ഫസ്റ്റ് റെഫറൻസ് കൊടുത്താണ് അവിടെ പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ എന്ത് പറ്റി? നല്ല കുറേ അധികം ആൾക്കാരെ സഭ വിട്ടുപോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം എന്താണ്? കത്തോലിക്ക ഐഡൻറ്റിറ്റിയായ പരിശുദ്ധ അമ്മയെയും കത്തോലിക്ക ഐഡൻറ്റിറ്റിയായ പരിശുദ്ധ കുർബാനയെയും ഹൈലൈറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ചിലർക്ക് കഴിഞ്ഞില്ല. എല്ലാവർക്കും കഴിഞ്ഞില്ലെന്നല്ല, ചിലർക്ക് മാന്യമായി കഴിഞ്ഞിട്ടുണ്ട്, ചിലർക്ക് അതിൻ്റെ പരാജയപ്പെട്ടിട്ടുണ്ട്. मार्केट बंद है तो क्या हुआ? मेरे प्लान्स तो नहीं. ग्रो पर मैं अगले दिन के लिए अपना ऑर्डर अभी से प्लेस कर सकता हूँ आफ्टर मार्केट ऑर्डर के साथ. और जब मार्केट खुलता है और कोई अच्छी अपॉर्चुनिटी दिखती है तो कैपिटल की टेंशन नहीं, विद प्लेजिंग. इससे मेरे ओरिजिनल इन्वेस्टमेंट सेफ रहते हैं और मुझे मेरे ट्रेड्स के लिए इंस्टेंट फंड्स भी मिल जाते हैं. और कोई बड़ी अपॉर्चुनिटी के लिए मैं मार्जिन ट्रेडिंग फैसिलिटी यूज करता हूँ, जिससे मेरी बाइंग पावर अप टू 4x बढ़ जाती है. तो अपने ट्रेडिंग मूव्स को करो इजी एंड पावरफुल. डाउनलोड ग्रो नाउ. Investment in securities market are subject to market risks. Read all the related documents carefully before investing.
വെറും ₹1 കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദ്യ ആപ്പ് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിലിരുന്നു കൊണ്ട് പാർട്ട് ടൈമായി ഡെയിലി എങ്ങനെ പണം സമ്പാദിക്കാമെന്ന് ഇവിടെ പഠിക്കാം. ബിൽ ഗേറ്റ്സ് ചെയ്തു, ടാറ്റ ചെയ്തു, ജുൻജുൻവാല ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? വിദ്യ ആപ്പിൽ ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, പേടിഎം വഴി പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കും. 100-ൽ കൂടുതൽ വെരിഫൈഡ് ആപ്സ് വഴി പാർട്ട് ടൈം ഇൻകം എങ്ങനെ ഉണ്ടാക്കാം എന്നും പഠിക്കാം. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാൻ, ഇൻസ്റ്റഗ്രാമിൽ വൈറൽ ആകാൻ, ഇതെല്ലാം വിദ്യ ആപ്പിൽ പഠിക്കാം. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം മാത്രം മതിയെന്ന് കരുതരുത്. അവിടെ ലേണിംഗ് ഇല്ല, വ്യൂസ് മാത്രം. അതുകൊണ്ട് ഇതാണ് സമയം. വിദ്യ ആപ്പ് ഓപ്പൺ ചെയ്യൂ. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി ഇപ്പോൾ തന്നെ തുടങ്ങൂ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? കേരള സഭയ്ക്ക് ആ കാലങ്ങളിൽ ഒരു വളർച്ച ഉണ്ടായി. ചില സമയത്ത് കുറേ അംഗങ്ങൾ വിട്ടുപോവുകയും ചെയ്തു. ഇതിൻ്റെ ഒരു തിരിച്ചുപിടിക്കാണ് ഇപ്പം നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഉടമ്പെടുക്കാത്ത കുടുംബം കാണത്തില്ല. ആരെല്ലാം അമ്മയെ ഇവിടുന്ന് വിട്ടുപേക്ഷിച്ചിട്ടുണ്ടോ അവിടെ എല്ലാ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും അമ്മയെ പ്രതിഷ്ഠിച്ച് മാത്രമേ കൃപാസനം പ്രത്യക്ഷീകരണത്തിൽ ദൈവം നിസ്തബ്ധനായി ഇരുന്നു കൊണ്ട് ചെയ്യുന്ന, ഉറങ്ങാതിരുന്നുകൊണ്ട് ജാഗ്രതാ പ്രവർത്തനം അതാണ്. എന്താണ്? എവിടെയെല്ലാം അമ്മയെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ആരെല്ലാം സുവിശേഷ സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ വ്യംഗ്യ അതിൻ്റെ ഭാവത്തിൽ പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മികത മറന്നു പോയിട്ടുണ്ടോ? ലോകത്തെ യേശുക്രിസ്തുവിനെ കൊടുത്തയാളെ, ലോകത്തിന് യേശുക്രിസ്തുവിനെ കയ്യേൽപ്പിച്ച് കൊടുത്ത് വചനത്തെ വയറ്റിട്ട് വളർത്തിയ ആളെ മറന്നുകൊണ്ട് ഒരു സുവിശേഷ വില യഥാർത്ഥ സഭയ്ക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥ സഭയുടെ ആധ്യാത്മികതയെ തിരിച്ചുപിടിക്കുകയാണ് കൃപാസന ഉടമ്പടി ധ്യാനത്തിലൂടെ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ സത്യസന്ധത എന്ന് പറയണത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വാരിക്കൊരു അനുഗ്രഹം കിട്ടുന്നതിന് 5 ദിവസത്തെ ധ്യാനം ആവശ്യമില്ല. ഒറ്റ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഇവർ പറയുന്ന അനുഗ്രഹം വീട്ടിൽ ദൈവം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? നീ സുവിശേഷമാകണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നീ സുവിശേഷം ഏകണം. നിൻ്റെ ഓരോ ശ്വാസത്തിൽ ക്രിസ്തുവിനെ കൈമാറാൻ വേണ്ടി, ലോകത്തെ കയ്യേൽപ്പിക്കാൻ വേണ്ടി മരിയൻ മിഷൻ നിങ്ങൾ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് അതാണ് ക്രിസ്മസിന് ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ആ ആധ്യാത്മികത തട്ടിപ്പായിരിക്കുമെന്ന് സ്വയം കരുതണമെന്നുണ്ടെങ്കിൽ ആരും അവരോട് നേരത്തെ ഇങ്ങനെയുള്ള തെറ്റായ ഉപദേശങ്ങൾ കൊടുത്തിട്ട് അതിനവർ വശംവദയായി പോയത് കൊണ്ടാണ്. അങ്ങനെ വശംവദയായി പോയ ആൾക്കാർക്കാണ് പിന്നീട് ഉടമ്പടി എടുക്കുമ്പോൾ പമ്മലുണ്ടാകുന്നതിൻ്റെ കാരണം. നിങ്ങൾ കൃപാസന ആധ്യാത്മികത നിക്ഷേപിക്കുമ്പോൾ പരിപൂർണമായി നിക്ഷേപിക്കണം. കാര്യം എന്താണ്? അത് പൂർണ്ണമായി കാത്തോലിക്കമാണ്, അത് പൂർണ്ണമായി സഭാത്മകമാണ്, പൂർണ്ണമായി സുവിശേഷപരമാണ്, സുവിശേഷമായ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനമാണ്, കൂദാശകളിലൂടെയുള്ള പരിപോഷണമാണ്. ഓരോ വിഷയം നിങ്ങൾ എടുത്തു നോക്കിക്കോ. സഭയെല്ലാം നവീകരിക്കപ്പെടുകയും ഐക്യപ്പെടുകയും ആയിരങ്ങൾ സഭയിലേക്ക് തിരിച്ചു വരികയും ചെയ്ത അനേകം കർത്താവിനെ അറിയാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ കർത്താവിനെ അറിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ആധ്യാത്മിക ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇവരങ്ങനെ പെട്ടെന്ന് വിചാരിച്ചു, പക്ഷേ വിചാരിച്ചെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നത്. പിറ്റേ ദിവസം അവരെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് എന്ത് ചെയ്ത് അവർ അമേരിക്കൻ സ്കൂൾ അവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആ ഇൻ്റർവ്യൂവിൻ്റെ അവരോട് പറഞ്ഞേക്കുന്നത് അവർ പഠിപ്പിക്കേണ്ട ക്ലാസ് മാത്രമേ ചോദിച്ചുള്ളൂ. അതവർ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് അവർക്ക് നല്ല ശമ്പളത്തിലാണ് അമ്മ ജോലി കൊടുത്തിരിക്കുന്നത് ഈ ഉടമ്പടി പ്രകാരം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഈ ഉടമ്പടിയെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടിച്ച വണ്ടി പോലെയാണ്. ഒരു സംശയമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ മെക്കാനിസ്റ്റ് വരുമ്പോൾ അറിയാൻ പറ്റും ഇതൊന്ന് തട്ട് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് തോന്നും. ഒന്ന് തട്ട് കിട്ടിയതാണല്ലോ, എവിടെയോ ഒന്ന് ഇടിച്ചിട്ടുണ്ടെന്ന്. നേരെ കണ്ട വണ്ടി കച്ചവടക്കൊക്കെ മനസ്സിലാകത്തില്ല. മെക്കാനിസ്റ്റ് വന്ന് കുരുക്കി നോക്കുമ്പോൾ എവിടെയാണ് തട്ടിയതെന്നും അങ്ങോട്ട് ചെന്ന് ഇടിക്കണേ ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇടിക്കണേ ചെയ്തെന്നൊക്കെ അവൻ പറയും. ഒരിക്കലും വിശ്വാസത്തിൽ, അപ്പോൾ ഉടമ്പടി വിഷയത്തിൽ തന്നെയല്ല, വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ ഒരു മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ആദ്യം തന്നെ വിഷയം എന്താണ്? സംശയിക്കാതിരിക്കണം. സംശയിക്കാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണെന്നറിയാവോ? സംശയിക്കാതിരിക്കാനുള്ള വിശ്വാസം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിലൂടെയും
ദൈവദത്തമായ പരിശീലനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞാൻ പരിശീലനം നേടുന്നതിന് പകരം എന്റെ കാര്യം നടക്കാൻ താമസിക്കുന്നു എന്ന് വിചാരിച്ച് സംശയിക്കാതിരിക്കാൻ കർത്താവേ എന്നെ അനുഗ്രഹിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട വിഷയം, ഈ വിശ്വാസമായാലും സ്നേഹമായാലും രണ്ട് കാര്യം സംഭവിക്കുന്ന ബൈബിൾ പറയണത്. വിശ്വാസത്തിനായാലും നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വാഹനം എന്ന് പറഞ്ഞ വിശ്വാസം തന്നെയാണ്. വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്. സ്നേഹത്തിനാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡാവുന്നേ ഉള്ളൂ. അപ്പോഴെന്താ വിഷയം എന്ന് പറയണത്, ഈ വിശ്വാസമായാലും സ്നേഹമായാലും ഇതിന് രണ്ടും ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രിക്കോഷൻ ഉണ്ടാകണം. ഇപ്പം ഞാൻ ഒന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ് വിശ്വാസത്തിനുള്ളൊരു കുഴപ്പം എന്താണ്, ചില സമയത്ത് അത് ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടായിരിക്കും എപ്പോഴും വിശ്വാസത്തെ ക്ഷയിച്ചു പോകുന്നത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തണം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എപ്പോഴും അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ ചേർക്കേണ്ട കാര്യം, അതാത് പ്രദേശങ്ങളുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതാത് പ്രദേശങ്ങൾ ഉടമ്പടി എടുത്തവർ, അപ്പം വിദേശ രാജ്യങ്ങളെല്ലാം ഒത്തിരിയേറെ ഉടമ്പടി ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലുമുണ്ട് ഉടമ്പടി ഗ്രൂപ്പുകൾ, അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ. എന്തിനാണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മൾ ആ വിഷയത്തിൽ എത്തിച്ചേരുന്ന വരെയുള്ള സമയത്ത് നമ്മളെ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കാനാണ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സഹായിക്കുന്നത്. ഇപ്പോൾ സജാത്യ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെന്ന് പറയണത് ഉടമ്പടി എടുത്തവരുടെ കൂട്ടായ്മയാണെങ്കിൽ അവർക്ക് ഉടമ്പടിയെക്കുറിച്ച് അറിയാൻ പറ്റും, ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റും. അവരതിനൊക്കെ ട്രെയിനാണ് ചെയ്തിരിക്കണത്. പിന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള സുവിശേഷ വേലയാണ് അവർ ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുന്നൊരു സംവിധാനം നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ അടുത്തുള്ള ഉടമ്പടി പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊണ്ട് പരസ്പരം പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച് നിങ്ങളുടെ വിഷയം നടക്കുന്ന ശേഷവും നിങ്ങൾ ബലമായിട്ട് നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം. രണ്ടാമത്തൊരു വിഷയം എന്ന് പറയുന്നത്, വിശ്വാസം ക്ഷയിക്കണ പോലെ തന്നെയാണ് വേറൊരു കുഴപ്പമുണ്ട്, സ്നേഹം തണുത്തു പോകും. ഒരു സ്റ്റേഡിയത്തിൽ ചങ്ങലകളാൽ പൂട്ടിയിടപ്പെട്ട ലിയോ മുന്നിൽ ജീവനെടുക്കാനൊരുങ്ങി 40 കൈകളുള്ള ഭീകരജീവി. ശത്രുവായ വിപാശ നൽകിയ അവസരം ഒന്നു മാത്രം, രക്ഷകനായ സൂര്യനെ വിളിക്കുക. എന്നാൽ എല്ലാവരും കാത്തിരിക്കുന്ന ആ നായകൻ അവൻ തന്നെയാണെന്നിരിക്കെ ലിയോ ആരെയാണ് സഹായത്തിനായി വിളിക്കേണ്ടത്? തുടർന്ന് കേൾക്കൂ. ഡെവിൾ സോൾ ഉള്ളവർ മാത്രമേ അതിനെ നേരിടാൻ പോകൂ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം മരിക്കും. എല്ലാവരും ഒരുമിച്ച് അതിനെ ആക്രമിക്കൂ. പറക്കുന്ന പാമ്പ് തീ വമിച്ചുകൊണ്ടിരിക്കുന്നു, ജാഗ്രതയായിരിക്കൂ. ലിയോ കണ്ടു നിന്നപ്പോൾ ഒന്നൊന്നായി എല്ലാവരും ആ പറക്കുന്ന പാമ്പിനെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ ആ പാമ്പ് മരിക്കാൻ തയ്യാറല്ല. പെട്ടെന്ന് ലിയോയുടെ മനസ്സിൽ ഒരാശയം തോന്നി. അവൻ തന്റെ അമ്പും വില്ലും എടുത്ത് ആ 6 ചിറകുള്ള പാമ്പിനെ ലക്ഷ്യം വെച്ചു. അത് ആ ഏലിയന്റെ നേർക്ക് നീങ്ങി. അടുത്ത നിമിഷങ്ങളിൽ ആ അമ്പ് ആ പാമ്പിന്റെ നെഞ്ചിലൂടെ കടന്ന് അതിന്റെ ശരീരം താഴെ വീണു. നോ! ആരാണ് എന്റെ ഇരയെ വേട്ടയാടിയത്? ഞാൻ മുൻപേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, അവസാന ആക്രമണം ഞാൻ ചെയ്യുന്നു. ആരാണ് സ്വന്തം മരണത്തെ വിളിച്ചു വരുത്തിയത്? എല്ലാവരും തന്റെ നേർക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ ഭയന്നു. അവന്റെ കാൽ പർവ്വതത്തിൽ നിന്ന് തെറ്റി ലിയോ താഴെ ഗർത്തത്തിലേക്ക് വീണു. പറയലിയോ, നിങ്ങൾക്ക് സൂര്യനിടയിൽ എന്താ ബന്ധം? എങ്ങനെ സൂര്യന്റെ ആയുധങ്ങൾ നിന്റെ കൈവശം വന്നതും നിന്നെ സംരക്ഷിക്കുന്നതും? വിപാഷയുടെ ഭീഷണികൾ കേൾക്കുമ്പോൾ ലിയോ വേദനയിൽ വിറച്ചുകൊണ്ട് കസേരയിൽ ഇരുന്നു. അവനെ അവൾ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ലിയോയ്ക്ക് വിപാഷയോട് ഉത്തരം നൽകാൻ വാക്കുകളില്ലായിരുന്നു. കാരണം ലിയോ തന്റെ സ്വന്തം ഗെയിമിൽ കുടുങ്ങിയിരുന്നു. ലിയോ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് വിപാഷ ലിയോയ്ക്ക് ഒരു ശക്തമായ അടി കൊടുത്തു. ലിയോയ്ക്ക് അന്നേരം തല കറങ്ങി.
അവന്റെ കണ്ണുകൾ മങ്ങിയപ്പോൾ അവന്റെ ചെവിയിൽ ഒരു ഭീകരമായ ശബ്ദം കേട്ടു. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ലിയോ ഒരു സ്റ്റേഡിയത്തിന്റെ മധ്യത്തിൽ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിൽക്കുന്നു. അവന്റെ നേരെ മുന്നിൽ ഒരു കൂട്ടിൽ 40 കൈകളുള്ള ഒരു ഭീമാകാരമായ ഏലിയൻ ഉണ്ട്. അത് ലിയോയെ നോക്കി ഉറക്കെ ശബ്ദമുണ്ടാക്കി. ഇതെന്താ? എന്തുകൊണ്ട് എന്നെ ഇവിടെ ഇതിന്റെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്? ലിയോ, നീ നിന്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സൂര്യനെ വിളിക്ക്. ഇനി സൂര്യൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ച നിന്റെ ജീവിതവും മരണവും തീരുമാനിക്കുന്നത്. നിന്റെ കൗണ്ട് ഡൗൺ ഇപ്പൊ തുടങ്ങുന്നു. വിപാഷയുടെ സൂചന പ്രകാരം ആ 40 കാലുകളുള്ള വിശപ്പുള്ള ഏലിയന്റെ കൂട് തുറന്നു. വേഗത്തിൽ അത് ലിയോയുടെ നേർക്ക് നീങ്ങാൻ തുടങ്ങി. കൊല്ലാൻ വരുന്ന ആ ഏലിയന്റെ മുന്നിൽ പെട്ടിരിക്കുന്ന ലിയോയ്ക്ക് പക്ഷെ തന്നെ രക്ഷിക്കുവാനായി സൂര്യനെ വിളിക്കാൻ കഴിയില്ല. കാരണം ലിയോ തന്നെയാണ് സൂര്യൻ. അപ്പോൾ ലിയോ എങ്ങനെയാണ് വിശപ്പുള്ള ആ ഏലിയനിൽ നിന്നും തന്നെ രക്ഷിക്കാൻ പോകുന്നത്? വിപാഷ വിരിച്ച വലയിൽ നിന്ന് ലിയോ രക്ഷപ്പെടുമോ? ലിയോയുടെ സത്യം എല്ലാവരുടെയും മുന്നിൽ വെളിവാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കഥ കോടിക്കണക്കിന് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുന്ന ലിയോ AD 2500 എന്ന ഈ കഥ കേൾക്കാൻ ആളുകൾ സന്തോഷത്തോടെ പണം ചെലവഴിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ കഥ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നു. ഈ അത്ഭുതകരമായ കഥ അപ്രത്യക്ഷമാകുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പോക്കറ്റ് FM ഇൻസ്റ്റാൾ ചെയ്യുക. കഥയുടെ പൂർണ്ണ ആസ്വാദനം നേടുക. കാരണം ഇതൊരു സാധാരണ കഥയല്ല, ഇതൊരു നിധിയുടെ ചാവിയാണ്. ഇത് കേട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു സ്റ്റാറായി മാറുമെന്ന് ഉറപ്പ്. ഡൗൺലോഡ് നൗ. അതും ഒരു വിഷയമാണ്. ഈ വിശ്വാസം ക്ഷയിച്ചു പോകും, സ്നേഹം തണുത്തു പോകുമെന്ന് പറയണത് എൻ്റെ ഒരു സങ്കല്പത്തിൽ പറയണതല്ല, കർത്താവിൻ്റെ വചനത്തിലുള്ളതാണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമെന്ന് ചോദിക്കുമ്പോൾ തന്നെ അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകുമെന്ന് പറയുന്നു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 24:12. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഇപ്പം ഒരു വിഷയം, നമ്മളൊരു ദൈവത്തിലേക്ക് എത്തിച്ചേരണതിന് നമുക്കെന്ത് വേണം? വിശ്വാസം വേണം, പ്രത്യാശ വേണം, സ്നേഹം വേണം. വിശ്വാസത്തിന് എന്ത് സംഭവിക്കും? വിശ്വാസം ചിലപ്പോൾ ക്ഷയിച്ചു പോകും. സ്നേഹത്തിന് എന്ത് സംഭവിക്കും? സ്നേഹം തണുത്തു പോകും. അതാണ് വിഷയം. എല്ലാവർക്കും സംഭവിക്കുന്നത് അതാണ്. ഈ നമുക്ക് ദൈവത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഉള്ളത് എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹമാണ്. വിശ്വാസത്തിന് എന്ത് സംഭവിക്കും? വിശ്വാസം കാലങ്ങൾ ചെല്ലും തോറും വിശ്വാസം പരിപോഷിതമാകുന്നില്ലെങ്കിൽ വിശ്വാസം ക്ഷയിച്ചു പോകും. പ്രാർത്ഥനാ ജീവിതം കൊണ്ട്, കൂട്ടായ്മയില്ലായ്മ കൊണ്ട് വിശ്വാസം ക്ഷയിച്ചു പോകും. പിന്നെ വിശ്വാസത്തേക്കാൾ വലുതാണ് ദൈവസ്നേഹം. അത് വിശ്വാസത്തിൽ നിന്നാണ് ദൈവസ്നേഹം ഉണ്ടാകണം, അല്ല വെറുതെ ദൈവസ്നേഹം ഉണ്ടാകത്തില്ല. അപ്പോൾ വിശ്വാസത്തിന് പറയുന്നത് ദൈവസ്നേഹത്തിനും കുഴപ്പമുണ്ടാവും, അതും സേഫല്ല. ദൈവസ്നേഹവും നമുക്കുണ്ടാകുന്ന ദൈവസ്നേഹവും സേഫല്ല. എന്ത് സംഭവിക്കും? അധർമ്മം വർദ്ധിക്കുകയാണെങ്കിൽ സ്നേഹം തണുത്തു പോകും. അതാണ് ഒരു വിഷയമാണ്. സ്നേഹം ഉണ്ടാവും, പക്ഷേ തണുത്തിരിക്കും. തണുത്താൽ എന്താ? ഞാൻ പണ്ട് ഇടുക്കി ധ്യാനിപ്പിക്കാൻ പോയി, നെടുങ്കണ്ടത്ത് ധ്യാനിപ്പിക്കാൻ പോയ ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് പുത്തൻതോപ്പിലും ധ്യാനിപ്പിക്കാൻ പോയിട്ട് അതുവഴി ചെല്ലാനത്ത് ഒന്ന് ധ്യാനിപ്പിച്ചിട്ട് അതുവഴി നേരെ വണ്ടി